ഇന്ന് നമ്മളെല്ലാവരും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ്. പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ഡിസ്കൗണ്ടുകൾ കൂടുതൽ കിട്ടാൻ, ക്യാഷ് ബാക്കുകൾ കൂടുതൽ കിട്ടാൻ, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പല മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ ക്രെഡിറ്റ് കാർഡും ഒരേ സമയം ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ആനുവൽ ഫീ കാര്യങ്ങൾ വരുന്ന സമയത്തായിരിക്കും ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യണമല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലത്തെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അവരുടെ സർവീസ് ചാർജ് ഇനത്തിലായിരിക്കാം, അതല്ലെങ്കിൽ EMI ത്രൂ എന്തെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം, അതായത് 0 ആയിരിക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജ് ഇനത്തിൽ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഓരോ ക്രെഡിറ്റ് കാർഡുകൾക്കും അതിനനുസരിച്ച് ക്ലോസിംഗ് ഫീ മറ്റുണ്ടായിരിക്കാം, ചിലപ്പോൾ ഫ്രീ ആയിരിക്കാം. ഇത് നമ്മൾ അറിയണം. ഇനി എന്തെങ്കിലും റിവാർഡ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതാണ്. അപ്പോൾ അവിടെ ധാരാളം റെഡി പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലെയിം ചെയ്ത് എടുക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കണം. അതായത് 0 എന്ന ലെവലിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ബാക്കപ്പായിട്ട് എടുത്തു വെച്ചിരിക്കണം PDF രൂപത്തിൽ. ഇത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിലോ അല്ലെങ്കിൽ PDF ആയിട്ടോ നമ്മൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്, അതല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്യാവുന്നതാണ്, അതുമല്ലെങ്കിൽ മെയിൽ മുഖേന കണക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെയാണ് അല്ലെങ്കിൽ FD ഇട്ടിട്ടൊക്കെയാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവരുടെ ചാറ്റ് സപ്പോർട്ടുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി മെയിൽ വഴിയോ അതല്ലെങ്കിൽ ബാങ്ക് വഴിയോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതേപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇന്ന വേരിയൻറ്റിലുള്ള ക്രെഡിറ്റ് കാർഡാണ് അല്ലെങ്കിൽ ഇന്ന ബാങ്കുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് കാർഡാണ്, ആ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഇതാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നീ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഡേറ്റ്, പേര്, ഒപ്പ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപേക്ഷ ബാങ്കിന് കൈമാറേണ്ടതാണ്. കൈമാറിക്കഴിഞ്ഞാൽ അടുത്ത 7 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതായത് 7 ദിവസം കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ വീണ്ടും അന്വേഷിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി 7 ദിവസത്തിനുള്ളിൽ തന്നെ അവർ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് തരേണ്ടതാണ് പൊതുവെ. ഇനി അഥവാ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് മാനേജറെയോ ബാങ്ക് ഓംബുഡ്സ്മാനെയോ അതല്ലെങ്കിൽ RBIയോ ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ മൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറിൽ അതിൻ്റേതായ വേരിയേഷൻസുകൾ കാണാൻ സാധിക്കും. അതായത് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തതിൻ്റെയാണ്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് നോർമൽ ലെവലിലേക്ക് മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.